നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൃക്കരോഗങ്ങളും അതിനുള്ള ആയുർവേദ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ വിനോദ് ആർ വാര്യർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ വൃക്കരോഗങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്തെല്ലാം തരം വൃക്കരോഗങ്ങളാണുള്ളത്? വൃക്കരോഗങ്ങൾ എന്നത് നമ്മൾ ഒരു പ്രത്യേക രോഗമായിട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയാവുക അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു രോഗലക്ഷണങ്ങളുടെ സമൂഹമായിട്ട് പറയായിരിക്കും നന്നാവുക. അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഇതിനെ ദോഷാടിസ്ഥാനത്തിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാറ്. ദോഷം എന്ന് പറഞ്ഞാൽ ത്രിദോഷം എന്നാണ്. ശരീരത്തിനകത്ത് ഉള്ള ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ ഒരു സാധനത്തിനാണ് ദോഷം എന്ന് പറയുന്നത്. അത് മൂന്നെണ്ണമാണ്: വാതം, പിത്തം, കഫം. ഇതിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വാതം പിത്തമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ വാതം കഫമായിട്ട് ചേർന്ന് ഈ രീതിയിൽ കോമ്പിനേഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ രീതിയിൽ ഉള്ള കോമ്പിനേഷനോട് കൂടിയുള്ള അല്ലെങ്കിൽ ഓരോന്ന് മാത്രമായിട്ട് കൂടി വരുന്ന തരത്തിലുള്ള വൃക്കരോഗങ്ങളാണ് ഇത്. എക്സ്ക്രീറ്ററി സിസ്റ്റം, ഡിസീസസ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതായത് മൂത്രവാഹ സ്രോതസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, വൃക്ക, വസ്തി, ഇതിനെല്ലാം ചേർന്നിട്ട് ഉള്ള രോഗങ്ങളെല്ലാം നമ്മൾ വൃക്കരോഗങ്ങളായിട്ട് ആയുർവേദത്തിൽ കണക്കാക്കാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ഒരു സാന്നിപാതികമായിട്ടുള്ള, പിന്നെ കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒന്ന് സാന്നിപാതികമായിട്ടുള്ളൊരു മൂത്രവികാരം എന്ന് പറയും. അതിനകത്ത് ഇപ്പം ഓർഡറിൽ പറയുകയാണെങ്കിൽ ഒരു അക്യൂട്ട് ഗ്ലോമറുലാർ നെഫ്രൈറ്റിക് സിൻഡ്രോം ഒക്കെ എന്നൊക്കെ പറയുന്ന, അതായത് മൂത്രത്തിൽ കൂടി രക്തം പോകുന്ന ഹെമച്ചൂറിയ, അതുപോലെ പ്രോട്ടീൻ പോകുന്ന അവസ്ഥ, ഹൈപ്പർ ടെൻഷൻ കൂടി നിൽക്കുന്ന അവസ്ഥ, മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒളികൂറിയ എന്നുള്ളൊരവസ്ഥ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരവസ്ഥയെ നമ്മൾ അക്യൂട്ട് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് എന്ന് പറയും. അതുപോലെ രണ്ടാമത്തെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും. അതായത് അതിന് നമ്മൾ കഫജമായ മൂത്രവികാരം അല്ലെങ്കിൽ കഫജമായ വൃക്കരോഗം എന്ന് പറയുന്നൊരു സാധനം. ഇതിനകത്ത് കൂടുതലായിട്ട് കാലിലും മറ്റേ വയറിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് നീര് വരുന്നു, എഡിമ ഉണ്ടാവുന്നു, പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നു, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാം. ഈ രീതിയിൽ ഉള്ള ലക്ഷണങ്ങൾ, വല്ലാതെ കൂടുതലായിട്ട് ക്ഷീണം ഉണ്ടാവാം, കാരണമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം. ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ കൂടിയാണ് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും. ഇത് കൂടാതെ അടുത്തതൊരു പൈത്തികമായ വൃക്കരോഗം എന്ന് പറയുന്ന റാപ്പിഡ്ലി പ്രോഗ്രസിങ് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ഇതിനെ നമ്മൾ വൃക്ക എന്നുള്ള ഒരു അവയവത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പുറന്തള്ളുന്നു. ഇതിനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പല സ്റ്റേജസ് ആയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുന്നു. അതാണ് ഈ വൃക്കയുടെ, കിഡ്നിയുടെ ഒരു പ്രധാന ഫംഗ്ഷൻ. ഇത് കൂടാതെ മറ്റു ഫംഗ്ഷനും ഉണ്ട്. ഇതാണ് ഒരു പ്രധാന ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് ശരിയായിട്ട് രീതിയിൽ പുറന്തള്ളാത്തൊരവസ്ഥയിൽ അസൂട്ടീമിയ, അതായത് സ്ഥിരം ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് പോലെയുള്ള വസ്തുക്കൾ ശരീരത്തിനകത്ത് കൂടുന്നു, രക്തത്തിനകത്ത് കൂടി കാണുന്നു. ഇതിനെ നമ്മൾ ഇപ്പോൾ സ്ഥിരം ക്രിയാറ്റിൻ ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ സാധാരണ ആൾക്കാർ പറയാറുണ്ടല്ലോ. ഈ അവസ്ഥ ഇത് പെട്ടെന്ന് അങ്ങ് വർദ്ധിക്കുന്ന ഒരവസ്ഥ, അതാണ് റാപ്പിഡ്ലി പ്രോഗ്രസിങ്ങിൽ കാണുന്നത്. അതായത് കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് വളരെ ചുരുക്കം മാസങ്ങൾക്കുള്ളിൽ തന്നെ വല്ലാതെ പെട്ടെന്നങ്ങ് കൂടി സ്ഥിരം ക്രിയാറ്റിൻ ലെവൽ കൂടി കിഡ്നിയുടെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുന്ന ഒരു രീതി. ഇതിനെ പൈത്തികമായിട്ടുള്ള വൃക്കരോഗമായിട്ട് പറയുന്നു. ഇത് കൂടാതെ പിന്നെ രണ്ട് തരത്തിലുള്ളത്, ഒരു അക്യൂട്ട് റീനൽ ഫെയിലിയർ ആൻഡ് ക്രോണിക് റീനൽ ഫെയിലിയർ. ഇതിനകത്ത് ക്രോണിക് റീനൽ ഫെയിലിയർ ആണ് നമ്മൾ കൂടുതലായിട്ട് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് ചികിത്സ ചെയ്യാൻ കൂടുതലായിട്ട് സാധിക്കാറുള്ളത്, നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാറുള്ളതും കൂടുതലായിട്ടുള്ള കേസ് കിട്ടുന്നതുമായിട്ടുള്ളത് ക്രോണിക് റീനൽ ഫെയിലിയർ ആണ്. കുറേ കാലം കൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനം നശിച്ചു പോകുന്നൊരു അവസ്ഥ. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാപ്പിഡ്ലി പ്രോഗ്രസിങ്ങിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് ക്രിയാറ്റിൻ ലെവൽ കൂടി വൃക്കയുടെ ബാധിക്കാറില്ല. വളരെ സാവധാനം പതുക്കെ ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ച് ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടി ശരീരത്തിനകത്ത് നിന്ന് ഈ ചീത്ത സാധനങ്ങൾ പുറന്തള്ളാൻ കിഡ്നിക്ക് സാധിക്കാതെ വരികയും അത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് രോഗലക്ഷണങ്ങൾ, അത് വളരെ വൈഡായിട്ടുള്ള, വളരെ പല രോഗികൾക്കും പല രീതിയിലായിരിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത, കിഡ്നി രോഗങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ പലപ്പോഴും ഒരു 50% കിഡ്നി ഫങ്ഷൻ കുറയുന്നത് വരെ ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. പലപ്പോഴും അസിംപ്റ്റമാറ്റിക്, ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു രീതിയിൽ കിഡ്നി രോഗങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ, ഇനീഷ്യൽ സ്റ്റേജിൽ അത് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പല രോഗങ്ങളിലും കാണുന്ന ചില രോഗലക്ഷണങ്ങൾ തന്നെ, ഇപ്പോൾ വല്ലാതെ ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലതാജിക് ഫീലിംഗ് ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാകുന്നൊരു ഫീലിംഗ്,
അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി കൂടുതലായിട്ടൊരു 4-5 തവണ മൂത്രമൊഴിക്കുക. പക്ഷേ ഇത് മറ്റുള്ള രോഗങ്ങളിലും പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് വരാറുണ്ട്. ഒരു 50% താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ രക്തം നോക്കിക്കഴിഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ മൂത്രത്തിനകത്ത് മൈക്രോ ആൽബുമിൻ കൂടുന്നതായിട്ടുള്ളൊരു അവസ്ഥ, ഇതൊക്കെ നമ്മളൊരു 50% താഴേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഡോക്ടർ, എനിക്ക് ഷുഗർ ഉണ്ട്. ഷുഗർ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കില്ലേ ഷുഗർ, അപ്പൊ 250 ഒക്കെ ഉണ്ട്. അപ്പൊ ഓവറല്ല, അപ്പൊ ഈ കിഡ്നീനെ ബാധിക്കോ എന്ന് അറിയാനാ. ഷുഗർ എന്നുള്ള രോഗം, പ്രമേഹം, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗം, അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. അതിന് 2 രീതിയിൽ കോംപ്ലിക്കേഷൻ പറയും. ഒരു അക്യൂട്ട് കോംപ്ലിക്കേഷൻ, ക്രോണിക് കോംപ്ലിക്കേഷൻ, ലോങ് ടേം കോംപ്ലിക്കേഷൻ. ഈ ലോങ് ടേം കോംപ്ലിക്കേഷനിൽ വരുന്ന ഒരു പ്രധാനമാണ് കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ പ്രമേഹം തീർച്ചയായിട്ടും കിഡ്നിയെ ബാധിച്ചിട്ട് അത് ഒരു ക്രോണിക് റീനൽ ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ, അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാനാണ്. സാധാരണ ഒരു ഷുഗറുള്ള ആൾ ഷുഗർ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും, ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുകൾ, സിറം ക്രിയാറ്റിൻ, ബ്ലഡ് യൂറിയ, യൂറിക് ആസിഡ്, ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം ഈ ബ്ലഡിനകത്ത് കാണുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും 24 ഹവറും 24 മണിക്കൂർ മൂത്രം എടുത്തു വെച്ചിട്ടുള്ള ആൽബുമിൻ, പ്രോട്ടീൻ്റെ ഒരു ഡെറിവേറ്റീവ് ആൽബുമിൻ ഉണ്ടോ എന്നുള്ളത് അറിയാൻ, മൈക്രോ ആൽബുമിനൂറിയ ഉണ്ടോ എന്നുള്ളത് ആദ്യമേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് എല്ലാ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യാവുന്നതാണ്. വല്ലാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളല്ല. അതുകൊണ്ട് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഈ ചെയ്ത് ഈ കിഡ്നിയെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ, ഈ വൃക്കരോഗങ്ങൾ കൂടി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വൃക്കരോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ ആഹാരമൊക്കെ പ്രധാന കാരണമായിട്ട്, അല്ലെങ്കിൽ മരുന്നുകളുടെ അമിത ഉപയോഗമൊക്കെ കാരണമായിട്ട് പറയും. അത് പോകുന്നതിന് മുമ്പേ കാണുന്ന ചില കാരണങ്ങളാണ്. ഒന്ന്, ഇൻഫെക്ഷൻസ്. പല രോഗങ്ങളുടെ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് കിഡ്നി രോഗങ്ങൾ വരാറുണ്ട്. IgE നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ജന്മനാ ഉണ്ടാവുന്ന പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന രോഗാവസ്ഥ, ഇത് കിഡ്നി രോഗങ്ങൾക്ക് കാരണമാവും, കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിക്കാൻ കാരണമാവാറുണ്ട്. ഇതുപോലെ ഹൈപ്പർ ടെൻഷൻ, അതൊരു പ്രധാന കാരണമാണ്. രക്താതിമർദ്ദം എന്ന് പറയുന്ന ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥ, ഇത് ഒരു കിഡ്നി രോഗങ്ങൾക്ക് ബാധിക്കാനായിട്ട് പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. ഇത് കൂടാതെ മറ്റു രോഗങ്ങൾ, ഇപ്പോൾ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് എന്ന് പറയുന്ന രോഗം, മൾട്ടി ഫങ്ഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്ന മറ്റുള്ള ചില മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന മറ്റു ചില രോഗങ്ങൾ, ലിവറിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ, ഇത്തരം പല രോഗങ്ങളുടെയും കാരണമായിട്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് കിഡ്നി രോഗങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞ അദ്ദേഹം വിളിച്ച പോലത്തെ കേസിലുള്ള ഡയബറ്റിക്സ്, പ്രമേഹം എന്നുള്ളൊരു രോഗം. ഇതാണ് കിഡ്നി രോഗങ്ങൾ ഉണ്ടാകാൻ ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ കാരണം. ഇത് കൂടാതെ പല മരുന്നുകളുടെ അമിതോപയോഗം, പ്രത്യേകിച്ച് മറ്റേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിച്ച് കഴിക്കുന്ന വേദനാ സംഹാരികൾ, NSAIDs എന്ന് പറയുന്ന കൂട്ടം മരുന്നുകൾ, ചിലതരം സ്റ്റിറോയിഡ്സ്, ഇപ്പോൾ വാതരക്തം പോലെയുള്ള രക്തവാദം പോലെയുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്ന ചില സ്റ്റിറോയിഡ്സ്, ഇത്തരം ചില മരുന്നുകൾ, അതുപോലെ ചിലർ ഒറ്റമൂലികൾ എന്ന് കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട്. അത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ ഇപ്പോൾ വ്യാജ വൈദ്യന്മാർ ധാരാളമുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന ഒറ്റമൂലികൾ, അതിനകത്ത് എന്താ കണ്ടന്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് അവരോട് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അറിയുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ, ഇതെല്ലാം കിഡ്നി രോഗങ്ങളെ ബാധിക്കാറുണ്ട്. ആഹാരം വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാറുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ പ്രത്യേകത, അത് കീടനാശിനികളിലെ പച്ചക്കറികളാണെങ്കിൽ കീടനാശിനികൾ ധാരാളമായിട്ട്, അമിതമായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കുന്നു. ഇനി പാക പ്രക്രിയയിൽ തന്നെ അതിനകത്ത് കളറിങ് ഏജൻസ്, അത് പ്രിസ്ക്രൈബ്ഡ് അല്ലാത്ത രീതിയിൽ കൂടുതലായിട്ടുള്ള കളറിങ് ഏജൻസ്, പിന്നെ സ്വാദ് കൂട്ടാനുള്ള അജിനോമോട്ടോ പോലെയുള്ള അത്തരം കാര്യങ്ങൾ,
ഈ ഇറച്ചികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ്, ഹോർമോണുകൾ, ഈ ഫിഷൊക്കെ ആണെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം ഒരു തരത്തിൽ കിഡ്നി രോഗങ്ങളെയും ലിവർ രോഗങ്ങളെയൊക്കെ കൂട്ടാനായിട്ട് ഒരു കാരണമാണ് പ്രധാനമായിട്ടും. ഡോക്ടർ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ബോംബെ സുഗതൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ വൈഫിന് 58 ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പൊ അവർക്ക് പിന്നെ മുഖത്ത് നീരും കാലില് നീരും ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പം 0.9 കാണുന്നത്. അപ്പം ഡോക്ടറെ കാണിച്ച് ഇപ്പം മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, അലോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വല്ലതും ആണോ അതോ ഇത് വേറെ എന്തോ വാതത്തിന്റെ അസുഖം ഉണ്ട് കാലില്? നേരത്തെ പോലെ വാതത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു, ആർത്തരിറ്റീസ്, റുമാറ്റിക് ആർത്തരിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ മിക്കവാറും ഈ മുഖത്ത് നീരും കാല് നീരും അങ്ങനെയുള്ള ഒരു സിംറ്റം ആണ് ഇപ്പൊ കാണുന്നത്. അത് എഡിമ, ഈ മുഖത്തുള്ള നീരും കാലിലും വയറിന്റെ അടിഭാഗത്തൊക്കെ ഉള്ള നീര് കിഡ്നിയുടെ പ്രശ്നത്തെ, കിഡ്നി ഡിസ്ഫങ്ഷനിൽ കാണാറുണ്ട്. പക്ഷെ കിഡ്നി രോഗത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള നീരുകൾ ഉണ്ടാവുക. ചില മരുന്നുകളുടെ ഉപയോഗം, ചില കാൽസ്യം ചാനൽ ബ്ലോക്ക്, ചില മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ ചില ഹാർട്ട് രോഗങ്ങളുടെ, ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളിൽ കാണാറുണ്ട്. മറ്റുള്ള പല രോഗങ്ങളിലും, ഈ ലിവർ രോഗങ്ങളിൽ, ചില തരത്തിലുള്ള ലിവർ രോഗങ്ങളിൽ ഇത് കാണാറുണ്ട്. ഒരുപാട് രോഗങ്ങളിൽ ഇത്തരത്തിലുള്ള നീര് കാണാറുണ്ട്. അപ്പോൾ ഷുഗറുള്ള ആളാണോ അവര്? ഷുഗറും ഉണ്ട്, പ്രഷറും ഉണ്ട്. പ്രഷറിന് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷറിന്റെ മരുന്ന് കഴിച്ച് അതിനകത്ത് ഈ അമ്ലോപ്പിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്. അപ്പൊ അത് ഇത് നീരുണ്ടാക്കുന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള മരുന്നുകളാണെങ്കിൽ അത് നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് അത് നീര് വരാത്ത രീതിയിലുള്ള മരുന്നുകളാക്കി തരാൻ പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണത്. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും. ഇത് ഭാവിയിൽ വൃക്കയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉള്ളത് കാരണം ഇത് രണ്ടും വൃക്ക രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ്. വൃക്കയുടെ ഫംഗ്ഷനെ ബാധിക്കാൻ ഒരു പ്രധാന കാരണമാണ് ഈ പ്രഷറും ഷുഗറും. അപ്പൊ അതുകൊണ്ട് അത് ഭാവിയിൽ നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പോഴത് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള നീരും അല്ലെങ്കിൽ മൂത്രം പരിശോധിക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ ലോസ് കൂടുതലായിട്ടുള്ളതായിട്ട് കാണുന്നു, രക്തം പരിശോധിക്കുമ്പോൾ പ്രോട്ടീൻ കാണുന്നു, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിഡ്നി ഫംഗ്ഷൻ അത്ര അങ്ങ് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നെഫ്രോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യണോ അതോ? ഒരു നെഫ്രോളജിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. ആയുർവേദത്തിലാണെങ്കിൽ ഇത് കായ ചികിത്സ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. കായ ചികിത്സ എന്നത് നമ്മുടെ മെഡിസിൻ, ഇന്റേണൽ മെഡിസിന്റെ വിഭാഗത്തിലാണ്. ഈ വിഭാഗത്തിലാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യാറ്. ആയുർവേദത്തിൽ അത് ഈ വിഭാഗത്തിലാണ് നോക്കാറ്. ഇപ്പോൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്ന പോലെ ആയുർവേദത്തിൽ കായ ചികിത്സാ വിദഗ്ധനെ കാണുകയാണ് വേണ്ടത്. മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അത് നെഫ്രോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കുന്നത് നല്ലതാണ്, വിരോധമില്ല. പിന്നെ ഈ നീര് പറ്റാനായിട്ട് ഇപ്പൊ ഗുളിക കഴിക്കുന്നുണ്ട്, ഡോക്ടർ കൊടുത്ത നീര്. അപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാലിലെ എല്ലാം നീരേ, മൂത്ത നീരും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്ന്? കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ ഞങ്ങൾ പറയാറില്ല. കാരണം ചില മൂത്രം ഒഴിഞ്ഞു പോകാനുള്ള ഡയബറ്റിക്സ് സ്ഥിരമായിട്ട് കഴിച്ചാൽ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് പോലെയുള്ള അവസ്ഥകൾ, കിഡ്നിയെ തന്നെ ബാധിക്കുന്ന മറ്റുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. കിഡ്നിക്ക് ഒരു ഓവർലോഡ് കൊടുക്കാനുള്ളത്. എന്തായാലും ഇത് മൂത്രം ഒഴിഞ്ഞു പോകാന്ന് പറയുമ്പോൾ കിഡ്നിക്ക് ഒരു കൂടുതലായിട്ട് നമ്മൾ കിഡ്നിയെ സ്ട്രെയിൻ ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് അത് സ്ഥിരമായിട്ട് കൊടുക്കരുത്. അത് ലക്ഷണത്തെ ഒന്ന് കുറയ്ക്കാനും നീര് കുറയ്ക്കാനും, കുറേ കാലങ്ങൾ നീര് നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കഫക്കെട്ട് പോലെയുള്ള പൾമണറി എഡിമ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നീരുണ്ടെങ്കിൽ ചിലപ്പോൾ നീര് ഒഴിച്ച് കളയാനായിട്ട് ഡയബറ്റീസ് ഒഴിവാക്കുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും അതിന് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. പക്ഷേ നീര് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ കാരണത്തെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് നീരുണ്ടാവുന്നു എന്ന് നോക്കുക, അത് ഒഴിവാക്കുക. അല്ലാണ്ട് നീരുണ്ട് അതിനുള്ള മരുന്ന് കഴിച്ചിട്ട് നീര് ഒഴിവാക്കുക എന്നുള്ളതല്ല അതിനുള്ള പ്രതിവിധി. അല്ല, അതിന്റെ കൂടെ ബാക്കി മരുന്നുകളും തരുന്നുണ്ട്. പക്ഷെ പിന്നെ ഇതിന്റെ കൂടെ ഈ നീര് പറ്റാനുള്ള മരുന്നും ഡോക്ടർ തന്നു. അതുകൊണ്ട് ഇപ്പൊ ഒരു മാസം കൊണ്ട് കഴിക്കുന്നുണ്ട് അത്. അതിലെന്തെങ്കിലും അപാകത ഉണ്ടോന്നാ ചോദിക്കുക. അത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാലം കഴിച്ചാൽ അത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കാറുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് UAE അബുദാബിയിൽ നിന്നാണ് രാജേഷ് എറണാകുളത്ത് എന്നുള്ള ആളാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറയൂ. ഓക്കെ, ഞങ്ങള് ഇപ്പോ ഗൾഫ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓയിൽ ഫീൽഡാണ്. അപ്പോ വെള്ളം കൂടിയൊക്കെ കുറച്ച് കുറവായിരിക്കുള്ളൂ പൊതുവെ സാധാരണ, കാലാവസ്ഥയും എല്ലാം കൂടിയൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോഴ് എനിക്ക് ബാക്ക് പെയിൻ കുറച്ചധികം നാളോട്ടുണ്ടായിരുന്നു. അപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതില് ക്രിസ്റ്റൽസിന്റെ തുടക്കം ഉണ്ടെന്ന് കണ്ടിരുന്നു അതില്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോഴ് കുറച്ച് ഇത് ഒരു ഓറൽ ടോണിക്കാണ് തന്നിരുന്നു. അവിടെ ഒരു ഇംഗ്ലീഷ് മെഡിസിൻ ആയിരുന്നു. അത് 2 ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കുന്നത്, ഇപ്പൊ എനിക്ക് പുറം വേദന വരാറുണ്ട്, നടുവേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീതിയിലാണ്, എന്നിങ്ങനെ നട്ടലിന്റെ നേരത്തിലല്ല, വീതിയിലായിട്ട് ഇങ്ങനെ ഒരു വേദന വരുന്ന. ഈ സാധാരണ ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യണവർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ സാധാരണ വരാറുണ്ട്, ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ നമ്മളിവിടെ ആരെവിടെയെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് ക്ലിനിക് ഉണ്ട് ചെറുത്, അവിടെ ഇപ്പൊ പെയിൻ പറഞ്ഞാൽ ഒരു സാധാരണ പാരസെറ്റമോള് അല്ലെങ്കിൽ പെയിൻ കില്ലർ അതിലൊന്ന് തീർക്കുകയാണ് ചെയ്യണേ. അപ്പൊ ഈ വൃക്കയിലുള്ള ഈ കല്ല് പോലത്തെ പ്രശ്നങ്ങളുണ്ട്, ഇതുപോലെ ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും അത് നമുക്ക് ആയുർവേദത്തിൽ അതിന് ചെയ്തുതരാൻ പറ്റും. വൃക്ക ഇതിനകത്ത് റീനൽ കോളിക് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. സാധാരണ ഈ ഒരു വേദനയെ നമ്മൾ റീനൽ കോളിക് എന്ന് പറയാറുണ്ട്. ഈ ഒന്നുകൂടി പറയാം. ഈ കല്ല് ഇപ്പൊ മൂത്രത്തിലെ കല്ലെന്ന് പറഞ്ഞല്ലോ, മൂത്രത്തിലെ കല്ലെന്നത്തെ ചെറിയ ക്രിസ്റ്റൽ തുടക്കമാണെന്ന് പറഞ്ഞേ. അതെ പറഞ്ഞത്. ഈ ഇത്തരം കല്ലുകൾ ബാക്ക് പെയിൻ ഉണ്ടാക്കാറുണ്ട്. ഈ ബാക്ക് പെയിൻ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബാക്ക് പെയിൻ സാധാരണ കാണുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ വീതിയിലുള്ള വേദന പലപ്പോഴും അത് മുന്നോട്ട് ഇറങ്ങി വരുന്നതായിട്ട് വരാറുണ്ട്, മുൻഭാഗത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പെയിൻ ലോയിൻ ടു ഗ്രോയിൻ പെയിൻ എന്നൊക്കെ പറയും. ഇത്തരത്തിലുള്ള പെയിന്, അതുപോലെ റീനൽ കോളിക്ക്, ഇത്തരത്തിൽ വരേണ്ട സൈഡ് വശത്തായിട്ടുള്ള വേദനയൊക്കെ ഈ ഒരു മൂത്രക്കല്ലിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള വേദനയാണ്. ഇത്തരം വേദനകൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൻ്റെ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, കൃത്യമായിട്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്തു, അതിനകത്ത് ക്രിസ്റ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കല്ല് ഉണ്ടോ എന്നും, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എത്ര വലിപ്പമുണ്ടെന്നും അത് ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്നും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇന്ന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ CT സ്കാനൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ അൾട്രാസൗണ്ട് ചെയ്താൽ ഒരു പരിധി വരെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതനുസരിച്ചിട്ട് ഇതിൻ്റെ ചികിത്സ നമ്മൾ നിശ്ചയിക്കാറുണ്ട്. ഒരു 8 mm കല്ലിന് താഴെയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് അത് യൂറിറ്ററിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇത് മരുന്ന് കഴിച്ചാൽ തന്നെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് തള്ളി പോകാറുണ്ട്. 8 mm മുകളിലാണെങ്കിലോ അല്ലെങ്കിൽ കിഡ്നിയുടെ മുകൾ ഭാഗത്തേക്കായിട്ട് നിൽക്കുന്ന കല്ലാണെങ്കിൽ നമ്മൾ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് വൃക്കയിൽ വെള്ളം കെട്ടി നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രോഗികളോട് പറയാറുണ്ട്, അത് നമുക്ക് ശ്രമിച്ച് നോക്കാം. 1 മാസം വരെ അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 മാസം വരെ നമ്മൾ നോക്കി ഹൈഡ്രോനെഫ്രോസിസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ഇത് പോകുന്നുണ്ടോ, മൂത്രത്തിൽ കൂടെ ഈ കല്ല് പോകുന്നുണ്ടോ, അലിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള അതിനെ പൊട്ടിച്ച് കളയുന്ന ചികിത്സ വേണ്ടി വരാറുണ്ട്. ഇതും വലിയൊരു ശതമാനം വരെ തീർച്ചയായിട്ടും ആയുർവേദ മരുന്നുകൾ കൊണ്ട് മാത്രം തന്നെ, ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് ചികിത്സ ഉണ്ട്, പക്ഷേ ആയുർവേദ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഉള്ള മാത്രം ഇത് കല്ല് പോയി കാണാറുണ്ട്. ധാരാളമായിട്ട് കേസ് വരാറുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, വെള്ളം കുടിക്കാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കോൾ ഉണ്ടോ ഡോക്ടർ? ഹലോ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സരിത എന്നാണ്. ഡോക്ടറുടെ ചോദിച്ചോളൂ. സാർ, ഞാനിപ്പോ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. KG ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വീങ്ങി, കണ്ണെല്ലാം വീങ്ങിയിട്ടാണ്. എനിക്ക് ഓൾറെഡി കിഡ്നി പ്രശ്നമുണ്ട്. ഇപ്പൊ കിഡ്നി വന്നിട്ട് ചുരുങ്ങി 6 സൈസ്. അപ്പൊ 4ാമത്തെ ഡയാലിസിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും നമ്മൾ ആയുർവേദത്തിന് മരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഞാൻ സിസ്റ്റം ആയുർവേദമൊക്കെ കഴിച്ചു, അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇത് എന്തുകൊണ്ട് വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു? ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. പതുക്കെ ഉണ്ടായതാണ് അല്ലേ? പെട്ടെന്നൊരു ദിവസം വന്നതല്ലോ അല്ലേ? അല്ല. പതുക്കെ ഉണ്ടായിട്ടുള്ളതാണ്. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളൊക്കെ മോശമായി, അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ കാലിലെ മുഖത്തൊക്കെ നീര് വന്നു. ക്രിയാറ്റിൻ ലെവൽ വളരെ അധികം കൂടി കാണും അല്ലേ? അപ്പോൾ അത് അങ്ങനെ വരുന്നതിന് ആണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ വസ്തി എന്ന് പറയുന്ന ചികിത്സ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഫലപ്രദം. ഇത് കൂടാതെ മരുന്നുകൾ അകത്തേക്ക് കഴിക്കാറുണ്ട്.
ഇത് ചെയ്യുന്നതുകൊണ്ട് ഗുണം ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡയാലിസിസ് തുടങ്ങിയതുകൊണ്ട് അത് ഡോക്ടർ കൃത്യമായിട്ട് ഇപ്പം ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ അതിനൊരു നെഫ്രോളജിസ്റ്റ് സഹായത്തോടു കൂടി അതിനെ പതുക്കെ ടേപ്പർ ചെയ്ത് കൊണ്ടുവരാണ് ഞങ്ങളിവിടെ സാധാരണ ചെയ്യാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നെഫ്രോളജിസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആണെങ്കിൽ, നമ്മുടെ അടുത്ത് സഹകരിക്കുന്നതാണെങ്കിൽ, ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടർ, കായിക ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയും ഇത് ഈ ഇത്തരത്തിലുള്ള ചികിത്സകൾ, വസ്തി പോലെയുള്ള ചികിത്സകൾ ചെയ്താൽ ഡയാലിസിസ് പൂർണ്ണമായിട്ട് നിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഡയാലിസിസ് കുറയ്ക്കാനോ സാധിക്കാറുണ്ട്. അപ്പോൾ അതിപ്പോഴെന്താ വെച്ചാൽ ഡയാലിസിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇനി അതൊരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അതിനെ പറ്റിയിട്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എമർജൻസി ഡയാലിസിസ് ആണ് 4 പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ സ്റ്റോപ്പ് ഓൾറെഡി ഞാൻ ഇന്നലെയാണ് ഒരു ഡയാലിസിസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അത് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു ആയുർവേദ വിദഗ്ധനെ കണ്ടാൽ മതി. വ്യാജ വൈദ്യന്മാരെ കാണാൻ പോകരുത്. ഒറ്റമൂലികളില്ല, എളുപ്പ വഴികളില്ല. ഒരു മരുന്ന് കഴിച്ചാൽ അത് മാറ്റുമെന്നുള്ള രോഗമില്ല. അതുകൊണ്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ടുകൊണ്ട് അവിടെ ആയുർവേദ കോളേജുകളുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത കായ ചികിത്സ MD കഴിഞ്ഞിട്ടുള്ള ആയുർവേദ സ്പെഷ്യലിസ്റ്റുകളുണ്ടാവും. അവരെ കണ്ടുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മരുന്നുകൾ കഴിക്കുകയും ഇത്തരത്തിലുള്ള ചികിത്സാക്രമങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമായി. വൃക്കരോഗങ്ങളെയും ആയുർവേദ ചികിത്സയെയും കുറിച്ച് വിശദീകരിച്ചു തന്നതിന് നന്ദി.